ഉമാ തോമസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അപകടനില തരണം ചെയ്തിട്ടില്ലെങ്കിലും ഉമാ തോമസിനെ ICUവിലേക്ക് മാറ്റി. തലച്ചോറിനും കഴുത്തിന്റെ ഭാഗത്തെ എല്ലുകൾക്കും ശ്വാസകോശത്തിനുമാണ് പരുക്കേറ്റിരിക്കുന്നത്. ഉമാ തോമസിന്റെ ആരോഗ്യനില ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ചു. സംഭവത്തിൽ നൃത്തപരിപാടിയുടെ സംഘാടകർക്കെതിരെയും സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും പോലീസ് കേസെടുത്തു. സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണ് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. അങ്ങനെ പറയാറായിട്ടില്ല. പക്ഷേ അതീവ ഗുരുതരം എന്ന് പറയേണ്ട കാര്യമില്ല. ബട്ട് ഷീ സ്റ്റേബിൾ. ഇപ്പോഴത്തെ നിലയ്ക്ക് ഹീമോഡൈൻ BP എവറിത്തിങ് ഈസ് ഹോൾഡിങ്. ഷീ സ്റ്റേബിൾ ആണ്. ഇപ്പോൾ ബ്രെയിനിലൊരു ഇഞ്ചുറി ഉണ്ടാവും, ലങ്സിലൊരു ഇഞ്ചുറി ഉണ്ടാവുമ്പോൾ നമുക്ക് അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. നട്ടലിൽ ചെറിയ പരിക്കുകളേ ഉള്ളൂ. സെർവൈക്കൽ സ്പൈനിൽ ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ ലങ്സിനകത്ത് ആണ് നമുക്ക് ചെറിയ റിഫ്രാക്ചർ ഉള്ളത്. അപ്പോൾ ആ റിഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹീമോതൊറാക്സ് എന്ന് പറയും, രക്തം കുറച്ച് ലങ്സിലുണ്ട്. അതർവൈസ് പേഷ്യൻറ്റ് സ്റ്റേബിളാണ്. നല്ലൊരു ലാസറേറ്റ്, നല്ലൊരു വൂണ്ട് തലയോട്ടിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. സ്യൂച്ചർ ചെയ്തു. പേഷ്യൻറ്റ് സ്റ്റേബിളായിട്ട് ഇപ്പോൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 24 hours വാച്ച് ചെയ്യുക. പേഷ്യൻറ്റ് ഈസ് ഓൺ വെന്റിലേറ്റർ സപ്പോർട്ടിലാണ്. അപ്പോൾ 24 hours വാച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആസ് ആൻഡ് വെൻ ഷീ ഇംപ്രൂവ്സ് സ്ലോലി വിൽ വീൻ ഓഫ്. പതുക്കെ നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതായിരിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗവൺമെൻറ് ഒരു ടീമിനെ വിട്ടിട്ടുണ്ട് ഫോർ അണ്ടർ ഡോക്ടർ ജയകുമാർ. സപ്പോസ് ടു ബി, അങ്ങനെ ഞാൻ അറിഞ്ഞത്, കളക്ടറും പറഞ്ഞത്, മിനിസ്റ്ററും. അപ്പോൾ അവർ 10:30, 11 ഒക്കെ ആകുമ്പോഴേക്കും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവരുടെ എക്സ്പേർട്ട് കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽ അബ്സോർബ്. അവരെന്ത് പറയുന്നു നമ്മളത് ഫോളോ. ഉമാ തോമസ് MLAക്ക് ഇപ്പോൾ ഇതിൽ വെച്ച് തന്നെ ഉയർന്ന 15 മീറ്ററിനേക്കാൾ ഉയർന്ന സ്ഥലത്ത് നിന്ന് വീണതാണെന്നുള്ളത് കൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ പോയിന്റിലും ഇപ്പോൾ വേദന അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒടിവുകളോ ചതവുകളോ ചെറിയ കേന്ദ്രങ്ങളിലെ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി സ്കാനിങ്ങും എക്സ്റേ സംവിധാനങ്ങളും നിലവിലുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ അവർ പരിശോധിച്ചു. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇപ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ എക്സാമിനേഷൻ ഒന്നുകൂടി നടന്നു വരികയാണ്. എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. വെന്റിലേറ്ററിൽ തന്നെ തുടരേണ്ടി വരും. ഡോക്ടർമാരുടെ നല്ല നിരീക്ഷണവും ഇടപെടലും ഉണ്ടാകും. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിനി, വെന്റിലേറ്ററിൽ നിന്ന് ICUവിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇതിലാകെ ഒരാശ്വാസമായി കണക്കാക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ശ്വാസകോശത്തിനും ഒപ്പം തന്നെ തലച്ചോറിനും പരുക്കുണ്ട് എന്നുള്ളതിൽ ഒരാശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? അപ്പം ഏറ്റവും ഒടുവിൽ ഡോക്ടേഴ്സ് നൽകുന്ന വിവരം എന്താണ്? ഏറ്റവും ഒടുവിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഡോക്ടർമാരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്, ഉമാ തോമസിൻ്റെ നില പഴയതുപോലെ തന്നെ തുടരുകയാണ്. അതിൽ മാറ്റമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. 24 മണിക്കൂറുകൾക്ക് ശേഷമേ മറ്റെന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും 11 മണിയോടുകൂടി ഡോക്ടർമാരുടെ ഒരു സംഘം മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ഉമാ തോമസിൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുന്നുമുണ്ട്. ഇപ്പോൾ ICUവിൽ തന്നെയാണ് ഉമാ തോമസ് ഉള്ളത്. നമ്മളുള്ള ഈ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലെ ICUവിലാണ് ഉമാ തോമസ് ഉള്ളത്. നേരത്തെ ചില കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പലരുവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മൃദംഗ വിഷൻ, ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷനെതിരെയും, ഒപ്പം തന്നെ മറ്റൊന്ന് ഈ സ്റ്റേജ് നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനിക്കെതിരെയും, തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയായിരുന്നു ഇതിൻ്റെ ഇവൻ്റ് പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരുന്നത്. അവർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ വർത്തിച്ചു എന്നുള്ളതാണ് BNS 125 പ്രകാരവും, ഒപ്പം തന്നെ കേരള പോലീസ് ആക്ട് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ പാലരുവട്ടം പോലീസ് ഇത്തരത്തിലൊരു കേസെടുക്കുമ്പോൾ ചില കണ്ടെത്തലുകളും പോലീസ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ഈ സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് അവിടെ മതിയായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റൊന്ന്, ബാരിക്കേഡുകളില്ലായിരുന്നു. മാത്രമല്ല, ഇത്രയധികം VIP വരുന്ന ഒരു വേദി കിട്ടുമ്പോൾ അതിന് പാലിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. ഫയർഫോഴ്സും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്.
ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനി വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ്. ആശുപത്രിയിൽ ഇപ്പോഴും ഉമാ തോമസിൻ്റെ നില പഴയതുപോലെ തന്നെ തുടരുകയാണ്. ഒന്ന് വാരിയെല്ലിന് കാര്യമായ മുറിവുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒടിവുണ്ടായിട്ടുണ്ട്. അത് ശ്വാസകോശത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് ഈ നമ്മളുടെ ഈ ഭാഗം തോളിൻ്റെ ഭാഗത്തിൽ അവിടെ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്, അവിടുത്തെ എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ തലച്ചോറിന് ക്ഷതമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉമാ തോമസിൻ്റെ അവസ്ഥ ഇപ്പോഴും പഴയതുപോലെ തന്നെ തുടരുകയാണ്. ഗുരുതരമായ പരിക്കുകളാണ് ശരീരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഡോക്ടർമാർക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ഓപ്പറേഷനോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും നടത്തേണ്ടതില്ല. മാത്രമല്ല 2-3 ദിവസത്തിനുള്ളിൽ ഈ രോഗിയെ പൂർവ്വസ്ഥിതിയിലേക്കാവുന്നതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഡോക്ടർമാർ വെച്ച് പുലർത്തുന്നത്. നിലവിലെ അവസ്ഥയിൽ 24 മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഈ രോഗിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതലായി പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ആതിര. ശരി, സാഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.